കേരളത്തെ തീവ്രവാദ ചിന്താഗതികളുടെയും മതരാഷ്ട്രവാദത്തിന്റെയും പരീക്ഷണശാലയാക്കി മാറ്റാൻ യു.ഡി.എഫ് ഭരണത്തിന്റെ തണലിൽ ജമാഅത്തെ ഇസ്ലാമി കൂട്ടായ നീക്കം നടത്തുന്നു. സ്വന്തം വോട്ട് ബാങ്ക് ഭദ്രമാക്കാൻ വേണ്ടി മാത്രം നാടിന്റെ സുരക്ഷയും ജനാധിപത്യ മര്യാദകളും പണയം വെക്കാൻ മടിക്കാത്ത യു.ഡി.എഫ് നേതൃത്വത്തിന്റെ അന്ധമായ പ്രീണന നയമാണിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള കടുത്ത തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് കേരളത്തിൽ പരവതാനി വിരിച്ചു നൽകുന്നത്. നിലവിലെ അനുകൂല രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലെടുത്ത് തങ്ങളുടെ സംഘടനാ സംവിധാനവും അപകടകരമായ ആശയപ്രചാരണവും മുമ്പെങ്ങുമില്ലാത്ത വിധം വിപുലീകരിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വേരോട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്വന്തം സമുദായത്തിലെ ഭൂരിപക്ഷ ആളുകൾ പോലും ഇവരുടെ തീവ്ര നിലപാടുകളെ ഭയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്ന് പോലും വിചാരിച്ചത്ര പിന്തുണ ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് പൊതുസമൂഹത്തെ പറ്റിക്കാനും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനും സംഘടന പുതിയ ബദൽ മാർഗങ്ങളും ഒളിപ്പോരുകളും പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ മെക്ക ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തൃപ്തരാകാതെ തങ്ങളുടെ വിഘടനവാദ ആശയങ്ങളും കടുത്ത മതരാഷ്ട്ര ചിന്തകളും സർക്കാർ സർവീസിലും ഭരണയന്ത്രത്തിന്റെ നിർണായക കേന്ദ്രങ്ങളിലും കുത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ നിഴൽ സംഘടനകൾ രൂപീകരിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തുനിയുന്നത്. ഇതിലൂടെ സർക്കാർ ഉദ്യോഗസ്ഥരെയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമായും തങ്ങളുടെ ആശയ അടിമകളാക്കി മാറ്റാനാണ് ഇവരുടെ അന്തിമ ശ്രമം. യു.ഡി.എഫ് ഭരണകാലത്ത് കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് കുത്തകയായി വെച്ചിരുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഈ വകുപ്പിന്റെ മറവിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ ചൂണ്ടയിട്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംസ്ഥാന വ്യാപകമായി സജീവമാക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ഇവർ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് സംഘടനയുടെ വലിയൊരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കെട്ടിപ്പൊക്കിക്കൊണ്ടാണ് ഇവർ ഈ നീക്കത്തിന് അടിത്തറയിട്ടിരിക്കുന്നത്. വോട്ട് ബാങ്കിന്റെ അഹങ്കാരത്തിൽ അധികാരത്തിലെത്തിയ യു.ഡി.എഫ് സർക്കാരിന്റെ ഒത്താശയോടെ നാളത്തെ തലമുറയെ വളർത്തിയെടുക്കേണ്ട വിദ്യാലയങ്ങളിലെ അധ്യാപകരിലേക്കും സർക്കാർ ഉദ്യോഗസ്ഥരിലേക്കും തങ്ങളുടെ വിനാശകരമായ ആശയങ്ങൾ കടത്തിവിടുകയാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ഇത് കേരളത്തിന്റെ സാംസ്കാരികവും സാമൂഹികമായ തകർച്ചയ്ക്ക് വഴിതുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിൽ കയറാൻ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായ പിന്തുണയാണ് നൽകിയത്. എന്നാൽ ആ പിന്തുണ കേവലം ഒരു തെരഞ്ഞെടുപ്പ് സഹായം മാത്രമായിരുന്നില്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിരന്തരമായി തങ്ങളുടെ അജണ്ടകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒടുവിൽ യു.ഡി.എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിനെ പോലും തങ്ങളുടെ വിരൽത്തുമ്പിൽ നിർത്താനും നിയന്ത്രിക്കാനും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിച്ചിരുന്നു.